ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണീശോയുടെ പിറവിക്ക് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വചനം വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലെ 12-ാം വാക്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രകാരം വായിക്കുകയാണ്: പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആത്മീയ കാര്യങ്ങളെക്കാൾ ഉപരി ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു ഉദാഹരണത്തിന്, കുട്ടികളായി നമ്മൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ പള്ളി പോവുകയും പ്രാർത്ഥിക്കുകയും തിരികെത്തിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? പക്ഷെ എക്സാം കഴിയുന്നതോടുകൂടി അത് അവിടെ തീരുകയാണ്. പക്ഷെ പൗലോസ്ലീഹ ഇവിടെ പറയാണ് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും. അപ്പോൾ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം നമുക്ക് കുറച്ച് കൂടുതൽ നേരം പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കാം. നമ്മുടെ വീടിന്റെ രൂപക്കൂടിന്റെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റു ഉണ്ണീശോയുടെ രൂപങ്ങളുടെ മുമ്പിലോ നമുക്ക് പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കാം. ഒരു 10-15 മിനിറ്റ് പേഴ്സണൽ പ്രയറിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാം. അങ്ങനെ മാതാപിതാക്കൾ അനുസരിച്ചും പ്രാർത്ഥിച്ചും സമൂഹത്തിൽ നന്മ ചെയ്തുകൊണ്ട് ഉണ്ണീശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരവേൽക്കാം. എല്ലാ മക്കൾക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു.